നമസ്കാരം. രാജ്യത്തിന്റെ സുരക്ഷയും ഭാരതീയരുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ആരുമായും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആഗോളതലത്തിൽ ആശങ്ക ഉണ്ടാക്കുമ്പോഴും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളത്തിനിടയിലും ഭാരതത്തിന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയ മന്ത്രി ഊർജ്ജ സുരക്ഷയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഒഴിവാക്കാൻ സർക്കാർ ജാഗ്രതയോടെ നീങ്ങുകയാണ് എന്നാണ് അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ എണ്ണവില വർധനവ് തടയാനും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതിരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. മാനവികതയുടെ കാര്യത്തിൽ ഇന്ത്യ എന്നും ലോകത്തിന് മാതൃകയാണെന്നും ആ കാര്യങ്ങൾ തെളിയിക്കുന്ന സംഭവങ്ങളാണ് പശ്ചിമേഷ്യൻ കടലിൽ നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാങ്കേതിക തകരാറ് നേരിട്ട ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ലാവാൻ കൊച്ചി തുറമുഖത്ത് അടുക്കാൻ അനുമതി നൽകിയത് ഈ ഒരു മാനുഷിക പരിഗണന വച്ചാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും യുവ കേഡറ്റുകൾ അടങ്ങുന്ന കപ്പലിലെ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 1 നൽകിയ അനുമതി പ്രകാരം 4 കപ്പൽ കൊച്ചിയിലെത്തിയത്. അതേസമയം ഇന്ത്യൻ സമുദ്രത്തിൽ വച്ച് അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ IRIS ധേന എന്ന കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കാനും ഇന്ത്യ സജീവമായി രംഗത്തുണ്ടായിരുന്നു. 80-ലധികം നാവികർ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ ഇന്ത്യയുടെ നാവികസേനാ വിമാനങ്ങളും കപ്പലുകളും തിരച്ചിലിനായി നിയോഗിക്കപ്പെട്ടു. അയൽ രാജ്യങ്ങൾ സഹായിക്കുന്നതിലും ദുരന്തമുഖത്ത് രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഭാരതം എന്നും മുൻപന്തിയിലാണെന്നും ഈ നടപടികളിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഏകദേശം 67,000 ഇന്ത്യക്കാരെ ഇതിനകം തന്നെ സംഘർഷ മേഖലയിൽ നിന്ന് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ എന്നും മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഗൗരവകരമായ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നതിന് പകരം സഭയിൽ ബഹളം വെച്ച് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തിന്റെ നടപടി നിർഭാഗ്യകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ അനുവദിക്കില്ലെന്നും സമാധാനത്തിനായുള്ള ഭാരതത്തിന്റെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ടെന്നും ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു.